മെഡിസെപ്പ് പദ്ധതിയുടെ പ്രീമിയം കൂട്ടാൻ തീരുമാനം. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പോളിസി കാലയളവ് 3 വർഷത്തിൽ നിന്ന് 2 വർഷമാക്കി. ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ ഭേദഗതി വരുത്തി ഓർഡിനൻസ് ഇറക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. UGC നിർദ്ദേശവും സുപ്രീം കോടതി വിധിയും അനുസരിച്ചാണ് മാറ്റങ്ങൾ വരുത്തുക. സേഫുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. സേഫ്, ആദ്യം ഈ മെഡിസിപ്പ് എത്ര ശതമാനമാണ് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതിന്റെ നിരക്ക് എത്രയാണ്? കൂടുതൽ വിവരങ്ങൾ. മെഡിസെപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഇത് തുടങ്ങിയ സമയം മുതൽ തന്നെ ചില പരാതികൾ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. എല്ലാ ആശുപത്രികളിലും അത് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതികളിൽ ഒന്ന്. മാത്രമല്ല, പ്രീമിയം നിരക്ക് കൂടുതലാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ചില ഉദ്യോഗസ്ഥരടക്കം ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടത്തിനാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തും. പക്ഷെ അങ്ങനെ ഉയർത്തുമ്പോൾ തന്നെ പ്രീമിയം നിരക്കിൽ വർധനവ് വരുത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം തുകയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിനകത്തൊരു വ്യക്തത വരുത്താൻ കഴിയും. പോളിസി കാലയളവ് നിലവിൽ 3 വർഷമാണ്. അത് 2 വർഷമാക്കി ചുരുക്കുന്നുണ്ടോ. രണ്ടാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനവ് വരുത്താൻ വേണ്ടിയുള്ള തീരുമാനം കൂടി മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. മെഡിസെപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ സാങ്കേതിക യോഗ്യത നേടിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ മാത്രം രണ്ടാം ഘട്ടത്തിലും ടെൻഡറിൽ നടപടിയിൽ പങ്കെടുപ്പിക്കാനാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ 10 ഇന ഗുരുതര അവയവമാറ്റ രോഗചികിത്സാ പാക്കേജുകൾ ഉണ്ടാകും. ഇതിന് ഇൻഷുറൻസ് കമ്പനി 2 വർഷത്തേക്ക് 40 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് നീട്ടിവെക്കണം എന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷയുടെ 1% വരെ മുറിവാടക, അതായത് പെർ ഡേ 5000 രൂപ വരെ സർക്കാർ ആശുപത്രികളിൽ പേവാർഡ് പ്രതിദിനം 2000 രൂപ വരെ നൽകാനും ഈ ഇൻഷുറൻസിന്റെ പദ്ധതി വഴി തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ ഭേദഗതി വരുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഓർഡിനൻസ് ഇറക്കാൻ വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. UGCയുടെ നിർദ്ദേശവും സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നത്. VC നിയമന വ്യവസ്ഥകളിൽ അടക്കം മാറ്റമുണ്ടാകും. സെർച്ച് കമ്മിറ്റി ഘടനയിൽ മാറ്റമുണ്ടാകും. സർവകലാശാല ചട്ടത്തിൽ 6-ാമതൊരു ഭേദഗതി വരുത്തുന്നുണ്ട്. ഈ സർവകലാശാല ചട്ടത്തിൽ 6-ൽ പ്രധാനമായും പറയുന്നത് VCയുടെ കാലാവധി പ്രായപരിധി 61 വയസ്സ് എന്നുള്ളതാണ്. അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 65 വയസ്സിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്ക് ഒരു പ്രധാന പദവി സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ UGC ചട്ടപ്രകാരം ചീഫ് സെക്രട്ടറിക്ക് അതിൽ സെർച്ച് കമ്മിറ്റിയുടെ ഭാഗമാകാൻ കഴിയില്ല. അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ ഓർഡിനൻസ് അംഗീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജയ്, മന്ത്രിസഭയുടെ അംഗീകാരമാണ് രണ്ടാം ഘട്ടത്തിന് മെഡിസെപ്പിന്. അതിന്റെ 2 വർഷമായി ചുരുക്കി എന്നുള്ളൊരു വാർത്തയും കൂടെയാണ് ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് സൈഫ നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ